വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ചും സദസ്സിൽ പ്രതിഷേധിച്ച പുഷ്പവതിയെ വിമർശിച്ചും ശ്രീകുമാരൻ തമ്പി. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും സംസാരിക്കുമ്പോൾ പുഷ്പവതി ഇടപെട്ടത് മര്യാദകേടാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വിവാദ പരാമർശത്തിനെതിരെ CPIM-ഉം CPI-യും രംഗത്തെത്തി. ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനാധിപത്യ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ നീതികേടാണതെന്നും MV ഗോവിന്ദൻ. അടൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിക്കുന്ന വാക്കുകളിൽ വകതിരിവ് വേണമെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു. അവരെ പോലെയൊക്കെയുള്ള ഉയർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കരുതലും ജാഗ്രതയും ഉപയോഗിക്കുന്ന വാക്കുകളിൽ വേണ്ടത്ര ഒരു വകതിരിവ് കാണിക്കേണ്ടുന്നതായിരുന്നു. അതേസമയം അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. പരാമർശത്തെ സദസ്സിലെതിർത്ത കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതിക്കും വിമർശനം. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിനർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണോ? അടൂർ ഗോപാലകൃഷ്ണൻ ദളിതയും വനിതകളെ അവമാനിച്ചു. അദ്ദേഹം എവിടെ അവമാനിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തു വന്നു. ആടിരക്തമുള്ളവർ മാത്രമേ സിനിമയെടുക്കാൻ പാടുള്ളൂ എന്നതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ കാഴ്ചപ്പാടെന്ന് ഡോക്ടർ ബിജു കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.